അപ്പൊ അത് ഈ കത്തെഴുതി വെച്ചത് മാത്രമല്ല നിങ്ങൾക്കറിയോ, ബാക്കി എന്ത് നടന്നു എന്നറിയണ്ടേ? പറഞ്ഞുതരാം. ഹായ്, പാത്തുവാണേ. ശേഷം February 14, 2025 രാവിലെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പം ഞാൻ ഇന്ന് പോകും, അങ്ങനെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേക്കുന്നു, റെഡി ആവുന്നു, എൻ്റെ ഒരു ലാപ്ടോപ്പ് ബാഗും നോക്കി ഞാൻ പോകും. ഓൾറെഡി എൻ്റെ തിങ്സ് എല്ലാം ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തും കോളേജ് പഠിച്ചിരുന്ന സമയത്തും ഞാൻ വെക്കേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ റൂംമേറ്റ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ റൂമിലായിട്ട് വെക്കാറില്ല. ശരിക്കും അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ബാഗും തൂക്കിയിട്ട് പോവുകയാണ്. ഓക്കെ ബൈ മമ്മ, ഇൻ്റർവ്യൂ ഉണ്ട്, പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ശരി. എന്നിട്ടൊരു ഇവിടുന്ന് ട്രിവാൻഡ്രം സിറ്റി എത്താൻ ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂർ ബസ്സിൽ ഒരു 11:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞാൻ ട്രിവാൻഡ്രം എത്തി. ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് വേണ്ട കുറച്ച് മെഡിസിനും കാര്യങ്ങളും എല്ലാം മേടിക്കുന്നുണ്ട്. ബാഗെല്ലാം ഓൾറെഡി പാക്ഡാണ്, പാക്ക് ചെയ്ത് ബാഗെല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളിങ്ങനെ ട്രെയിൻ കയറാൻ പോവുകയാണ്. പക്ഷേ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് പോകാനിരുന്ന ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നീട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി, ഇനി പോകാൻ പറ്റൂലേ എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഈ ട്രിപ്പ് നടക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഓൾറെഡി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ്, ടെൻഷനാണ്. കാരണം കത്തെഴുതി വെച്ചിട്ട് വരുന്ന ട്രിപ്പാണ്. എങ്ങനെ വീട്ടുകാർ റിയാക്ട് ചെയ്യുന്ന ഒന്നും അറിയില്ല. ഈ ജേണി എന്തായാലും ടഫായിരിക്കും എന്ന് നമുക്കറിയാം. ജനറൽ ട്രെയിനിൽ പോകാനായിരുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത ട്രെയിൻ എപ്പോഴാണ് സെർച്ച് ചെയ്തത്. അത് നോക്കിയപ്പോഴേ എറണാകുളത്ത് നിന്ന് രാത്രി 11:55 ഒരു പാട്ന എക്സ്പ്രസ് ഉണ്ട്, വാരണാസിക്കോ പ്രയാഗ്രാജിലോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ട്രെയിനിൽ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വൈകിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സ് കൂടി എറണാകുളത്ത് പോകാം. എന്നിട്ട് അവിടെ നിന്ന് 15:55 പാട്ന എക്സ്പ്രസ്സിൽ നമുക്ക് വാരണാസി പ്രയാഗ്രാജ് ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. വാരണാസി പോകാനിങ്ങനെ പ്രയാഗ്രാജ് കുംഭമേള കാണാൻ പോകാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ഓക്കെ ശരി ഫൈൻ, ഞങ്ങൾ പ്ലാൻ സെറ്റായി, അടിപൊളിയാണല്ലോ. ഓക്കെ നമുക്കിനി വിഷമിക്കണ്ടല്ലോ, നമുക്ക് എല്ലാം കിട്ടി, എല്ലാം സെറ്റാണ്. അപ്പോഴും ഞാൻ ഈ ലെറ്ററിലാണ് പ്രതീക്ഷ. ഈ ഒരു ലെറ്റർ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും പോകുന്നതിൻ്റെ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ്, നോർത്ത് ഇന്ത്യ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. ഇത്തവണ ഞാൻ പോയില്ലെങ്കിൽ പിന്നെ എപ്പോൾ പോകാൻ പറ്റുമെന്ന്, പിന്നെ പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ എപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുംഭമേള പിന്നെ ലൈഫിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ മഹാകുംഭമേള ലൈഫിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകിട്ടായ സമയത്ത് ഏകദേശം ഒരു 3:30 ആയപ്പോൾ സമയത്ത് ഉമ്മച്ചി വിളിക്കുകയാണ്, പാത്തു എവിടാ, നീ പോയിട്ട് ഒരു അനക്കം ഇല്ലല്ലോ, ഇൻ്റർവ്യൂ എങ്ങനെയുണ്ട്? ഓക്കെ ശരി, എന്തായി, ജോലി കിട്ടോ, എന്തായി, വല്ല പറഞ്ഞോ അവർ, ജോലി കിട്ടോ, എന്തോ ഒന്നും പറയാത്ത, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസാണ് ഉമ്മ വിളിച്ചിട്ട് ഉടനെ ചോദിക്കണം. അപ്പോഴേ ഉമ്മ ഒരു കാര്യം പറഞ്ഞു, ഉമ്മ എൻ്റെ റൂമിൽ കയറി, അവിടെ മേശപ്പുറത്ത് ഞാനൊരു ബുക്ക് വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു ലെറ്റർ ഉണ്ട്, ആ ലെറ്റർ എടുത്ത് വായിക്ക്, എന്നിട്ട് വാപ്പാക്കും കൊടുക്ക്, വാപ്പായും കാണിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ എന്നിട്ട് ഇത്രയും പറഞ്ഞ് ഞാൻ അപ്പോഴേ കോള് കട്ട് ചെയ്തു. അങ്ങനെ എന്നിട്ട് എനിക്കറിയാം ഇപ്പം എനിക്ക് അടുത്ത കോള് വരും. ഞാൻ ഭയങ്കര ടെൻഷനായി, എന്ത് വിളിച്ച് പറയും, വീട്ടുകാർ എന്ത് എൻ്റെ അടുത്ത് പറയാൻ പോകുന്നത് ഒന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഭയങ്കര ടെൻഷനായി. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ലെറ്റർ എഴുതി വെച്ചിട്ട് ഞാൻ ട്രിപ്പ് പോകുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മ തിരിച്ചു വിളിച്ചേ. എന്നിട്ട് പാത്തോ നീ ഇപ്പം എവിടെ നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് തിരിച്ചു വാ, രാത്രി 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിക്കോണം. ഇത് സെയിം ഡയലോഗ്, പെട്ടെന്ന് തിരിച്ചു വാ, ഒന്നും അറിയണ്ട, നീ എവിടെയും പോകണ്ട, പറ്റത്തില്ല, തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു ഇല്ലമ്മ പറ്റൂല, ഞാൻ പോവാണ്, എനിക്കും ഡൽഹി എല്ലാ സ്ഥലവും കാണണ്ടേ, എന്നെ വീട്ടിലാരും കൊണ്ടുപോകണില്ല, ഇപ്പം പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. പറഞ്ഞു പാത്തു മോളെ നീ തിരിച്ചു വാ, പറ്റത്തില്ല, നീ ഇപ്പോഴേ പോകണ്ട, നിനക്ക് കാല് വയ്യാത്തയാണ് എന്നൊക്കെ പറഞ്ഞു കുറേ കൺവിൻസിങ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലമ്മ എന്തായാലും ഞാൻ പോയിട്ടേ വരുള്ളൂ, ഉമ്മ പേടിക്കേണ്ട, ഫ്രണ്ട്സ് ഉണ്ട്, വാപ്പ അടുത്തും പറയും. വാപ്പ എന്ത് പറയുന്നത്, വാപ്പ ഒന്നും പറയാനില്ല. അങ്ങനെ പിന്നീട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട്, എറണാകുളം എത്തി, ഇനിയിപ്പോൾ എന്തായാലും വരാൻ പറ്റില്ല, ഞാൻ എന്തായാലും പോയി എല്ലാ സ്ഥലവും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്യുകയാണ്. ഉമ്മ തിരിച്ചെൻ്റെ അടുത്ത് എന്ത് പറയുന്നതെന്ന് ഞാൻ കേൾക്കാൻ നിൽക്കുന്നില്ല. എന്നിട്ട് ഞാൻ അപ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഉമ്മ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഫോൺ ഓണാക്കിയിട്ട് ഉമ്മ എന്നെ വിളിച്ചിട്ടില്ല. ഞാനും അങ്ങോട്ട് പിന്നീട് ഉണ്ടായ 3 ദിവസം ട്രെയിനിലായിരുന്നു, 52 മണിക്കൂർ എന്നും ഉണ്ടായിരുന്നു. ആ 3 ദിവസം ഉമ്മ എന്നെ വിളിച്ചിട്ടേ ഇല്ല. വീട്ടുകാരെല്ലാവരും അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഡൽഹിക്ക് പോവുകയാണ്, ഞാൻ ഇങ്ങനെ ട്രിപ്പ് പോയിട്ട് വരാം, ഞാൻ എല്ലാ സ്ഥലവും കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ ഓക്കെ, അവർ ചില്ലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് നോക്കിപ്പോയിട്ട് കുംഭമേള ടൈമാണ്, ഭയങ്കര തിരക്കാണ്, കാല് വയ്യാതെയാണ്, ശ്രദ്ധിച്ചോണമെന്നൊക്കെ പറഞ്ഞ് അവർ ചില്ലാണ്. പക്ഷെ ഞാൻ പറയുന്നുണ്ടല്ലോ പ്രശ്നമില്ല, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവുകയാണ്. ശേഷം പാട്ട് അടുത്ത സീനിൽ ബൈ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.